ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖമാണ്. കുറേ നാളായില്ലേ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. ഇന്ന് വന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. പിന്നെ എന്താ, എൻ്റെ ഫോൺ പോയ കാര്യമൊക്കെ നിങ്ങളോട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫോൺ കിട്ടിയിട്ട് ബാക്കി നമുക്ക് FFലൊക്കെ കാര്യമൊക്കെ ശരിയാക്കാം. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് ചെറിയൊരു എൻ്റെ ലൈഫിലൊരു സംഭവം പറയാനാണ്, ഒരാളെക്കുറിച്ച് പറയാനാണ്. മറ്റൊന്നുമല്ല, ഒരു മെസ്സേജിലൂടെ, ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ എനിക്ക് കിട്ടിയ ഒരു സാധനം. അത് പിന്നെ വാട്സപ്പായി, പിന്നെ കോളായി, അങ്ങനെ ഒരുപാട് സംസാരിച്ചു ഞങ്ങൾ. എന്തെന്നറിയില്ല, അതിൻ്റെ കൂടെ ഞാൻ പെട്ടെന്ന് കണക്റ്റായി. മറ്റാരോടും പറയാതെ പേഴ്സണലായിട്ടുള്ള നമ്മുടെ ലൈഫിൽ എന്തായാലും ആ സാധനത്തിനോട് തുറന്ന് പറയാൻ എനിക്ക് സാധിച്ചു. ഒരു പക്ഷേ ഞങ്ങൾ രണ്ടുപേരും മാരീഡ് ആയതുകൊണ്ടായിരിക്കാം, മേ ബി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, അവൾ എന്നെക്കാട്ടിലും യങ്ങറാണ്. അപ്പം ചില നേരത്തെ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇത് എന്ത് സാധനമാണ്, ഇതിനെ എടുത്ത് തോട്ടിലെറിയ അമ്മാതിരിയുള്ള ചില നേരത്തെ സ്വഭാവം കാണുമ്പോഴത്തേക്കും ഇങ്ങനെയുണ്ടോ പിള്ളേരെന്ന്. പക്ഷെ പാവം കേട്ടോ, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മാറിക്കോളും, അതെനിക്കറിയാമെന്നുള്ള കാര്യമാണ്. പിന്നെയുള്ളത്, പലപ്പോഴും തോന്നിയിട്ടുള്ള വേറൊരു കാര്യമാണ്, ഇത് അവളാണോ മൂത്തത് അതോ ഞാനാണോ മൂത്തതെന്ന്. ചില നേരത്ത് അവളുടെ ആധികാരികമായിട്ടുള്ള സംസാരമൊക്കെ കേൾക്കണം. അയ്യോ, ഞാനിങ്ങനെ വായി തുറന്നിരുന്നോ, എനിക്കെന്ത് ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് മിക്കവാറും ദിവസങ്ങളിൽ അവളുടെ നിന്ന് ചീത്തയും വഴക്കും എല്ലാം ഞാൻ കേൾക്കാറുണ്ട്. അതൊക്കെ ഇതിലേ കൂടെ കേട്ട് ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ കളയുക, അതാണ് എൻ്റെ മെയിൻ പരിപാടി. പിന്നെ എന്ത് തന്നെ ആയാലും, എത്ര തന്നെ ഈ ഡിസ്റ്റൻസ് വന്നാലും ശരി തന്നെ, ഇപ്പോൾ ഒരു ദിവസം വിളിച്ചില്ല, 2 ദിവസം വിളിച്ചില്ല എന്നും പറഞ്ഞിട്ട് നീ എന്ത് വിളിക്കാത്തത് അതാണ് മറ്റതാണെന്നും പറഞ്ഞ് പിണങ്ങി അടിച്ചിട്ടിട്ട് പോകുന്ന ഒരു വ്യക്തിയല്ല. എനിക്ക് എന്താണ് ഞാൻ വിളിക്കാത്തതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ അവൾക്കും മനസ്സിലാവും, എനിക്കും മനസ്സിലാവും. നാച്ചുറലായിട്ട് എല്ലാവർക്കും പോകുന്ന സംഭവമാണ്. അതങ്ങ് പോട്ടെ. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഇനിയും വലിച്ചു നീട്ടുന്നില്ല. ഇന്ന് ആ വ്യക്തിയുടെ ബർത്ത്ഡേ ആണ്. വലിയ സർപ്രൈസൊക്കെ കൊടുക്കണം. അതുപോലെ ഷോട്ടൊക്കെ ചെയ്ത് സ്റ്റോറിയൊക്കെ സെറ്റായിരുന്നു കേട്ടോ. ഷോട്ടൊക്കെ ചെയ്ത് സർപ്രൈസായിട്ട് ഇന്ന് ഇടണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ വിചാരിച്ചിരുന്ന സംഭവമാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ശരിയല്ലാത്തത് കൊണ്ടും ഡൗൺലോഡ് ആക്കാൻ പറ്റുന്നില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എനിക്ക് ഡബ്ബിങ് ശരിയാവുന്നില്ല ഇൻഷോട്ടിൽ. അപ്പം അതിനൊക്കെ കൂടെ വല്ല തീരുമാനം ഉണ്ടാക്കണം ഇനി. അതുകൊണ്ടാണ് ഷോട്ട് വരാത്തത്. അവളുടെ ഒരു സ്പെഷ്യൽ ഷോട്ട് ഞാൻ ചെയ്ത് വെച്ചിട്ടില്ല, ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്താവുമെന്നൊന്നും അറിയത്തില്ല. എന്നാലും ഞാൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക്, എൻ്റെ ജൂനിയർ, നിങ്ങൾക്കറിയായിരിക്കും ഞാൻ ആരെയാണ് ജൂനിയർ എന്ന് വിളിക്കുന്നത്. ഓഫ്കോഴ്സ് നിങ്ങളുടെ ബണ്ണി ഡ്രീമേഴ്സിനെയാണ്. അപ്പോൾ ഇന്ന് അബിയുടെ ബർത്ത്ഡേ ആണ്. ജൂനിയർ, ഹാപ്പി ബർത്ത്ഡേ ടു യു. എനിക്ക് ചിരിയും വരുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എന്തൊക്കെയോ ഓർക്കുമ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു സാഡിൽ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നത് അമ്മാതിരിയൊക്കെ വരുന്നുണ്ട്. എന്തിനാണോ എന്തോ. എന്നാലും എന്താ, പരിചയപ്പെട്ട അന്ന് മുതൽ എൻ്റെ കൂടെ തന്നെയുള്ള ഒരാളാണ്. ഇനി വിട്ടേച്ച് പോവില്ല എന്ന് വിശ്വസിക്കുന്നു. പിന്നെ എന്താ, ഇനി ആരൊക്കെ എന്തൊക്കെ ആഗോളതാപനില ഉയർന്നെന്നോ എന്തൊക്കെ തന്നെ പറഞ്ഞാൽ, യു ആർ മൈ സ്പെഷ്യൽ വൺ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അത്രയ്ക്കങ്ങ് ചെറുതാക്കുന്നില്ല. എൻ്റെ അനിയത്തിയാണ്. എനിക്ക് എന്ത് വേണമെങ്കിലും തുറന്നു പറയാം. അവൾക്കും അതുപോലെ തന്നെ. പിന്നെ ഏറ്റവും കൂടുതൽ വഴക്കും ചീത്തയും ഞാൻ അവളിൽ നിന്നാണ് കേട്ടിട്ടുള്ളത്. ചില നേരത്തെ അവളുടെ സ്വഭാവം കാണുമ്പോൾ ഇത് എന്ത് സാധനമാണ് എന്നൊരു തോന്നൽ വരുമെങ്കിലും പിന്നെ കഴിയുമ്പോഴത്തേക്കും അതങ്ങ് പോവും. പിന്നെ നിങ്ങൾക്കറിയാത്തൊരു അബിയെ എനിക്കറിയാം. അപ്പോൾ ജൂനിയർ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടിരിക്കും. താങ്ക്സ് ടു നമ്മുടെ 7 നക്ഷത്രങ്ങൾ ആൻഡ് ഫർബി തേക്കുകാർമികൾ. ഫർബിക്ക് താങ്ക്സ് പറഞ്ഞത് വേറൊന്നുമല്ല, എൻ്റെ കൂടെ വന്ന് ഇങ്ങനെ ഒരാളുണ്ട് കുഞ്ഞുസിന് മെസ്സേജ് അയക്കുകയെന്ന് എൻ്റെ കൂടെ പറഞ്ഞത് ഫർബിയാണ്. അപ്പോൾ ഒരു കാരണം ഫർബിയാണ്, അതല്ലാണ്ട് ഞാൻ തന്നെയാണ്. എനിക്ക് പുള്ളിയുടെ സജഷൻ ഇങ്ങനെ വീഡിയോസ് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഹിസ്മയിൽ എൻ്റെ ഫേവറേറ്റ് ആണ്. ഫസ്റ്റ് കാര്യം, ടോപ്പ് ആയതുകൊണ്ട് ഞാൻ കണ്ട ഒരു BL ആണ്. അങ്ങനെ ഞാൻ കണ്ടു, എനിക്കിഷ്ടപ്പെട്ടു.
ഞാൻ കമ്മ്യൂണിറ്റി ഇട്ടപ്പോഴത്തേക്കും ഞാൻ വെച്ചു കൊച്ചിപ്പം മെസ്സേജ് അയക്കും താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരനക്കവും ഇല്ലായിരുന്നു. അന്നേരം ഞാൻ വിചാരിച്ചു ഇതൊരു ജാടയുള്ള സാധനമല്ലേ. പിന്നീട് അറിഞ്ഞത് ഈ സാധനത്തിന് ഇതൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ ചാറ്റായി. അന്ന് ചാറ്റിങ് തുടങ്ങിയപ്പോൾ എന്നെ ചേച്ചിന്ന് വിളിച്ചവളാ. അതിനുശേഷം അത് ഞാൻ കേട്ടിട്ടേ ഇല്ല. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞതെന്ന് എനിക്കൊരു ബോധവും ഇല്ല. സോ ഇതൊരു ബർത്ത്ഡേ വിഷാണ്. അബി ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കും. അച്ചീവ് യുവർ ഓൾ ഡ്രീംസ് എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ നെഗറ്റീവ് വരും പോവും. നെഗറ്റീവ് ഇല്ലെങ്കിൽ എന്ത് മനുഷ്യനാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഉള്ളത് പിന്നെ ഒന്നുമില്ല. ഇത്രയാ എനിക്ക് പറയാനുള്ളത്. FFകൾ വരും, ഞാൻ നിർത്തിയിട്ടൊന്നും പോകുന്നില്ല. FF വരും. എൻ്റെ ഫോണ് കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് ഇപ്പം ഇടാൻ പറ്റാത്തത്. എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഫോണാണെങ്കിൽ പണ്ടത്തെ ഒരു ചാത്തൻ സെറ്റാണ്. അപ്പോൾ അതിൽ ഇൻഷോട്ട് മാത്രമേ ഉള്ളൂ. എനിക്കാണെങ്കിൽ അതിൽ ഡബ് ചെയ്തിട്ട് അത്രയ്ക്ക് കറക്റ്റ് ആവുന്നില്ല. അതുകൊണ്ട് എന്തായാലും സ്റ്റോറീസ് വരില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് 2 ഫേസ് ആയിരിക്കും ആദ്യം വരുന്നത്. നിങ്ങൾക്ക് 2 ഫേസ് വന്നതിന് ശേഷമേ ഞാൻ എന്താര തുടങ്ങുള്ളൂ. മിക്കവാറും 2 ഫേസ് തീർത്തിട്ടായിരിക്കും ഇനി എന്താര തുടങ്ങുന്നത്. സോ ഓക്കെ, ബൈ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വൺസ് അഗെയിൻ ബി ഹാപ്പി ബർത്ത്ഡേ. എത്ര തവണ പറഞ്ഞെന്ന് എനിക്കറിയത്തില്ല. എന്തോ ഒരു മനസുഖം. ഓക്കെ, അപ്പോൾ ബൈ, ടാറ്റാ എല്ലാവർക്കും. ടാറ്റാ. എപ്പോൾ വരുമെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്.